പാതിവില തട്ടിപ്പിൽ എൻ രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റി അനന്തുകൃഷ്ണന്റെ കമ്പനിക്ക് നൽകിയത് 42 കോടിയോളം രൂപ. പാതിവിലയ്ക്ക് സ്കൂട്ടർ കിട്ടാനാണ് പണമടച്ചത്. ഈ ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് എൻ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചത്. ബിനിൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ബിനിൽ, 42 കോടിയോളം രൂപയാണ് ഈ ഇനത്തിൽ പാതിവില സ്കൂട്ടറിനായി ഈ അനന്തുവിന് കൈമാറിയതെന്നാണല്ലോ ലഭ്യമാകുന്ന വിവരം. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് മോത്തി. അനന്തുകൃഷ്ണന്റെ കമ്പനിയുടെയും അക്കൗണ്ടുകൾ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് എൻ രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റി ഏതാണ്ട് 42 കോടിയോളം രൂപയാണ് സ്കൂട്ടറുകൾ കിട്ടാൻ വേണ്ടി ഈ കമ്പനിക്ക് അടച്ചതായിട്ട് മനസ്സിലാകുന്നത്. ഇതിൽ പകുതിയോളം സ്കൂട്ടറുകൾ നൽകിക്കഴിഞ്ഞു എന്നതാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 4000-നടുത്ത് സ്കൂട്ടറുകൾ ഇതുവഴി ഈ അനന്തുകൃഷ്ണൻ എൻ രാധാകൃഷ്ണന്റെ സ്ഥാപനത്തിന് കൈമാറുകയും ചെയ്തു. അത് പലർക്കായി വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇനിയും ഏതാണ്ട് 20 കോടിയോളം രൂപയുടെ സ്കൂട്ടറാണ് ഇവർക്ക് നൽകാനുള്ളത്. അതായത് ഏതാണ്ട് 4000-നടുത്ത് സ്കൂട്ടർ തന്നെ കിട്ടാനുണ്ട് എന്നതാണ് വിവരം. എന്നാൽ ഈ പണം എൻ രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റിക്ക് ഇപ്പോൾ മടക്കി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് അനന്തുകൃഷ്ണന്റെ സ്ഥാപനമുള്ളത്. കാരണം അനന്തുകൃഷ്ണൻ സംസ്ഥാന വ്യാപകമായ ഏതാണ്ട് 231 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സയൻസ് സൊസൈറ്റി എൻ രാധാകൃഷ്ണനെ വിളിച്ചു വരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ്. സാക്ഷിയായിട്ടാണ് ഇന്നലെ വിളിപ്പിച്ചത്. പക്ഷേ എൻ രാധാകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിലെത്തി മാധ്യമങ്ങളെ കണ്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. എന്തായാലും ഈ സയൻസ് സൊസൈറ്റി പണം വാങ്ങി സ്കൂട്ടർ നൽകാത്തവർക്ക് പകരം പണം നൽകി കേസുകൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് എൻ രാധാകൃഷ്ണൻ തുടക്കം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയവർക്ക് പണം മടക്കി നൽകി പരാതി തന്നെ പിൻവലിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ സാക്ഷിയായിട്ടാണ് വരുന്നതെങ്കിൽ ഇനി പരാതി വന്നാൽ, അതായത് ഇനി പണം മടക്കി കൊടുക്കാത്തവരുടെ പരാതികൾ വന്നാൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും. അതാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം. എന്തായാലും ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി ആനന്ദ് കുമാറിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളും ഏതാണ്ട് ക്രൈംബ്രാഞ്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്.